ഷാജി, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ തൊഴിലെടുക്കുന്നുണ്ട്. അവരുടെ വരുമാന മാർഗമാണ് അത്, ജീവിത മാർഗമാണ്. അപ്പോൾ ഒരു പരിഷ്കരണം ഗതാഗത മന്ത്രി നടത്താൻ ഉദ്ദേശിക്കുന്നു, അത് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു, ഒരു സർക്കുലറായി ഒരു യോഗത്തിൽ പറയുന്നു, സർക്കുലറായി വരുന്നു. അപ്പോൾ തന്നെ ഉത്തരവ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഇപ്പോഴും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി അത് തടഞ്ഞു എന്ന തരത്തിൽ വാർത്തയുണ്ട്. പക്ഷേ ഗതാഗത വകുപ്പിന് അത്തരം നിർദ്ദേശങ്ങൾ കിട്ടിയില്ല എന്ന് അവർ പറയുന്നു. ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നമായി താങ്കൾക്ക് തോന്നുന്നത്? ഈ പുതിയ പരിഷ്കാരങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക? അതൊരു അപ്രായോഗികമായ പരിഷ്കാരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതില് ഞാൻ 1990 ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വരുന്നത്. അതിനിടയ്ക്ക് 30 വർഷത്തെ സേവന കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിൽ ഇത്തരം പരിഷ്കാരങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാലങ്ങളിൽ അതിനെല്ലാം സ്വാഗതം ചെയ്യും, സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം. അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവർ പ്രതിഷേധത്തോടു കൂടി തന്നെ അതിൽ സഹകരിച്ചിട്ടുള്ളതാണ് ഈ പഴയകാല ചരിത്രം. ഈ സമീപ കാലങ്ങളിലാണ് ഇത് വേറെ രീതിയിലേക്ക് ഇത് മാറിപ്പോകുന്ന ഒരു രീതി കാണുന്നത്. ഇപ്പോൾ ഇന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രിയെ വഴിയിൽ തടയും എന്നുള്ള രീതിയിലേക്കും വരുന്നത് ഈ സമീപകാലത്തെ പ്രശ്നങ്ങളാണ്. ഇവർ എല്ലാ കാലത്തും നന്നായിട്ട് സഹകരിക്കണം. കാരണം അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇന്ത്യയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രൈവിംഗ് പഠന രീതിയും പരിശീലനവും അതേപോലെ തന്നെ ടെസ്റ്റും നടത്തുന്ന ഒരു സംസ്ഥാനമാണ് ഇത്. കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളുടെ മുൻനിർത്തിക്കൊണ്ട് കൊണ്ടുവന്നതാണ് ഡ്രൈവർ ട്രെയിനിങ് സെൻ്ററുകൾ എന്ന് പറയും. അത് സ്വകാര്യ മേഖലയിലും എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അവിടെ നല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരവിടെ പോയിട്ട് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലില്ല, അവിടെ നിന്ന് അവർ ടെസ്റ്റ് ചെയ്ത് പാസ്സാവുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ലൈസൻസ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ കേരള ഗവൺമെൻറ് ഇത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമല്ല, കാലാകാലങ്ങളിൽ കുറേ പഴയ കാലം ഈ 2019 ശേഷം അതിനു മുമ്പും ഉണ്ടായിട്ടൊന്നുമില്ല ഗവൺമെൻറ്റുകളെല്ലാം തന്നെ അവർ എടുത്ത തീരുമാനം ഈ സംവിധാനം കേരളത്തിൽ നടപ്പാക്കുന്നില്ല. കാരണം ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ അനേകം ആളുകൾ ഇതിൻ്റെ ഉപാധിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിവിടെ നടപ്പാക്കുന്നില്ല. ഇവരുടെ നിലനിൽപ്പ് നോക്കിയിട്ട് മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഡ്രൈവർ ട്രെയിനിങ് സെൻ്ററുകളാണെങ്കിൽ പോലും അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സംവിധാനങ്ങൾ ഏർപ്പാടാക്കും എന്നുള്ളതാണ് ഗവൺമെൻറ് എടുത്ത നിലപാട്. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ളതാണ് ഇന്ന് വരെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ വേറൊരു പ്രശ്നം വന്നു. ഇതിൽ ക്വാളിഫിക്കേഷൻ, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളുണ്ട്, ഈ നിയമപരമായിട്ടുള്ള. അപ്പോൾ അവരെ കുറേ പേരുടെ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്തോട്ട് പോകും എന്നുള്ള ഇത് വെച്ചുകൊണ്ട് അവരെ പരിശീലിപ്പിക്കാനായിട്ടുള്ള സംവിധാനം, അതിന് സിലബസ് ഉണ്ടാക്കി സർക്കാർ അംഗീകാരം കൊടുത്ത് അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടപ്പാളിലെ IDTR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് പഠന സംവിധാനമുണ്ട്. അപ്പോൾ ഇവരെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും ഇവരെ കേപ്പബിലിറ്റി ഇവരെ ക്വാളിഫൈ ആക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം അവർ സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ഈ നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ കാര്യത്തിൽ മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങളാണ് പുതുതായിട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ പുതുതായിട്ടെന്ന് പറയാനൊന്നുമില്ല. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിൽ 15 പറയുന്ന 30ഓളം കാര്യങ്ങളാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. അതിൽ 20 മാത്രമാണ് ഇവിടെ പരിശോധനയ്ക്ക് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 20 പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഓവർടേക്ക് ചെയ്ത് പോകണം. ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വാഹനത്തിൻ്റെ വലത്തോട്ട് മാറിയിട്ട് വീണ്ടും തിരിച്ച് അതേ ട്രാക്കിലേക്ക് വരാനായിട്ടുള്ള പ്രാഗൽഭ്യം. അതേപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു പോകുമ്പോൾ ഈ കട്ടിംഗ് ഓഫ് എഡ്ജ് എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് അധികം ചേർന്ന് പോകാതെ കൃത്യമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള സംവിധാനം, പാർക്ക് ചെയ്യാനുള്ള സംവിധാനം. ഇതൊന്ന് പുതിയ രീതിയിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളൂ, പഴയതിൽ നിന്നൊരു വ്യത്യാസമില്ല. അതിനിപ്പോൾ എല്ലാം ഗവൺമെൻറ് ഒരുക്കി തീർക്കണം എന്ന് പറയുന്നില്ല. ഇത് പറയുമ്പോഴൊക്കെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്ഥലത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്.
അപ്പോൾ ഇവർ പറയുന്ന തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നതിൻ്റെ ആശങ്കയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം 1990 ഇവിടെ ഉണ്ടായിരുന്നത് 36 RT ഓഫീസുകളാണ്. ഇന്ന് 85ഓളം RT ഓഫീസുകളുണ്ട്. അപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് ഇവരടുത്തേക്ക് ഡിപ്പാർട്ട്മെന്റും സംവിധാനങ്ങളും ഗ്രൗണ്ടുകളും ഒക്കെ അതേക്കുറിച്ച് വികസിച്ചിട്ടുണ്ട്. ഈ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ഇവർക്ക് ലിമിറ്റഡ് ഇന്ന് ഒരു വണ്ടി മാത്രമുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ ഈ പുതിയ സംവിധാനത്തിൽ ഒരാളെ പഠിപ്പിക്കാൻ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന് ഒരാൾക്കും കൂടി ജോലി കൊടുത്ത് ഒരു വണ്ടിയും കൂടി എടുക്കുമ്പോഴത്തേക്കും തൊഴിൽ മേഖല വികസിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അപ്പോൾ ആ ആശങ്കകൾക്ക് നിങ്ങൾ ആരോപിക്കുന്ന അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ